നമസ്കാരം. അപ്പം നമ്മൾ കാഴ്ച ബംഗ്ലാവിലേക്ക് വന്നേക്കുകയാണ്. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് കാഴ്ച ബംഗ്ലാവിലേക്ക് വന്നത്. എമി നോക്കിയാൽ എമിക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും നെക്സ്റ്റ് കളിക്ക് പോവാണ്. അപ്പോൾ ആ വഴിക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല മഴയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഇറച്ചി വീടുകളുടെ സൗണ്ടാണ് ഫുള്ള്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഓരോരോ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇതെന്തൊരു സാധനം? കരിങ്കൊക്ക്, കന്യാസ്ത്രീ കൊക്ക്, കരിങ്കൊക്ക്. ഹലോ, ഹായ്. ആളുമില്ലാത്തതാണ്. ഇവിടെ ഫുള്ള് കുറുക്കന്മാരാ. കിടങ്ങ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കുക. അത് നൈസായിട്ടുണ്ട്. നമ്മൾ കുറുക്കന്മാരുടെ ഏരിയയിൽ പോയപ്പോഴാണ് നമുക്കൊരു ഭയങ്കര ബാഡ് സ്മെല്ല് ഫീൽ ചെയ്തത്. അവിടെ നമുക്കത് നിൽക്കാൻ പറ്റില്ല, മരുന്ന് തീരെ പറ്റുന്നുണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നു. ഇപ്പോൾ നമ്മുടെ ആർട്ട് മ്യൂസിയമാണ്. ആർട്ട് മ്യൂസിയം നമ്മൾ കയറുന്നില്ല, നമ്മൾ ജസ്റ്റ് സൂ മാത്രം കണ്ടിട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം. താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ട് കയറി പോവാം. പിന്നെ നമ്മുടെ മാനുകളുടെ ഏരിയ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. മുഴുവൻ മാനുകളാണ് ഫുള്ള്. മാനുകളൊന്നും നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ഒന്നും വരുന്നില്ല. ഒക്കെ ആ അറ്റത്ത് പോയിട്ടാണ് കിടക്കുന്നത്. അത് കാരണം കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വീഡിയോ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ കമ്പിരിയിൽ കൂടെ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഒട്ടകപക്ഷിയുടെ അവസ്ഥ ഉണ്ട്. ഒട്ടകപക്ഷിയുടെ മുഖത്തല്ല, പുറത്ത് ഒരു തൂല് പോലും കാണുന്നില്ല. എന്ത് സംഭവം മനസ്സിലാവണില്ല. മുട്ടടിച്ച പോലെ ഇരിക്കുന്നുണ്ട്. അത് ഇനി മഴയായിട്ട് കൊഴിഞ്ഞു പോയതാണോ എന്ന് അറിയില്ല. ചിലപ്പോൾ അതാവാം, സ്വയം കൊത്തി എടുത്തതാണോന്നും അറിയില്ല. ഇനിയിപ്പോൾ ഇത് അടുത്ത മാനിൻ്റെ സെക്ഷനാണ്. ഇപ്പോൾ മാനുകളാണ് ഇവിടെ കുറേ ഉള്ള. ഈ ഏരിയ മൊത്തം മാനുകളുടെ ഏരിയ ആണ്. കണ്ടോ, മാനുകൾക്ക് ഒരു ക്ഷാമമില്ല. ഇഷ്ടംപോലെ മാനുകളുണ്ട്. പക്ഷെ ഒക്കെ നമ്മുടെ അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഇവിടുത്തെ മരങ്ങളൊക്കെ നല്ല പഴയ മരങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്ന. നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഏരിയയിലേക്കാണ്. അപ്പോൾ ഇവിടെ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മ്ലാവ്, കലമാൻ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെയുള്ള ഏരിയ ആണിത്. അപ്പോൾ ഇതൊരു ബ്രിഡ്ജ് പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇതിനടിയിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കയറി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് നമുക്ക് മാനുകളെയാണ്, മ്ലാവിനെയാണ് കാണുന്നത്. കണ്ട, മ്ലാവ് അങ്ങനെ ഒരു കൂട്ടം, ഒരു പറ്റം മ്ലാവുകൾ അവിടെ ഉണ്ട്. കണ്ട, ഇഷ്ടം പോലെ സാധനങ്ങളാണ്. കണ്ട, കുറേണൊക്കെ ചെളിയിലൊക്കെ ഉരുണ്ടിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അതും ഒരു കൂട്ടായിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഫുഡിൻ്റെ സമയമാണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ എന്തായാലും മഴക്കാലമായതുകൊണ്ട് മൃഗങ്ങൾ മൊത്തത്തിൽ അങ്ങനെ ഒരു മൂഡില്ലാത്ത പോലെയാണ് നിൽക്കുന്നത്. ഒരു ആക്റ്റീവല്ല ഒന്നും. എന്തായാലും ഈ മ്ലാവിൻ്റെ സെക്ഷനാണ് നമുക്ക് ഒത്തിരി കാണാൻ പറ്റുന്നത്. നല്ലൊരു വിസിബിളായിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് മ്ലാവിൻ്റെ ഏരിയ ആണ്. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കൂടിനുള്ളിൽ കൂടെ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. ഈ ഒരു സെക്ഷനും അതിൻ്റെ അപ്പുറത്തെ സെക്ഷനും മൊത്തം മ്ലാവുകളാണ്. അപ്പോൾ ഇഷ്ടം പോലെ മ്ലാവുകളുണ്ട്, അതിന് ക്ഷാമമില്ല. അപ്പോൾ നമ്മൾ മീനോടെ ഇങ്ങനെ ഇരുത്തിയേക്കാണ്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ കൊമ്പ് നോക്കി അതിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ ഒരു വെൽവെറ്റ് പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ കഴിക്കുന്നത് പ്ലാവിൻ്റെ ഇലയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്നും ക്ഷീണമൊന്നുമില്ല കേട്ടോ. നല്ല തടിച്ച് കൊഴുത്തിട്ടിരിക്കുന്നുണ്ട്. ഫുഡിനൊന്നും ക്ഷാമില്ല എന്ന് തോന്നുന്നുണ്ട് എന്തായാലും. ഇപ്പോൾ കാട്ടിലാണല്ലോ ക്ഷാമം, നാട്ടിൽ ക്ഷാമില്ല. അപ്പോൾ ഒരു കാട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ ഒരു ഫീല് നല്ല ഇങ്ങനെ പറ്റമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മരം കണ്ടോ, ഇതൊരു നാഗലിംഗം എന്നാണ് ഇതിൻ്റെ ഈ മരത്തിൻ്റെ പേര്. വലിയ വലിയ കായകളുണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല ലോങ് ആയിട്ടുള്ളൊരു മരമാണിത്. പിന്നെ അതുപോലെ ആലിൻ്റെ അങ്ങനെ വള്ളികൾ ഇങ്ങനെ നിൽക്കുന്നു. അത് നല്ലൊരു രസമുണ്ട് കാണാനായിട്ട്. പണ്ടൊക്കെ ഇതേപോലെ സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ പിടിച്ച് ഞാലായിരുന്നു പിടിച്ചിട്ട്.
ഇതിങ്ങനെ നല്ല രസത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇനി പോകുന്നത് നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അടുത്തേക്കാണ്. ഈ കാണുന്നതാണ് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഒരു ടാങ്ക്. അപ്പോൾ ഇതിനുള്ളിൽ കെടുപ്പുണ്ട്. പക്ഷേ ഇതൊന്നും ഒറ്റെണ്ണം ഇങ്ങനെ ജസ്റ്റ് പൊന്തണ പോലും ഇല്ല. ഇതിന് കുറേ നേരം നമ്മൾ കാത്തിരുന്നു, പൊന്തുന്നില്ല. ഇതൊരു 45 മിനിറ്റ് വരെയൊക്കെ 40-45 മിനിറ്റ് വരെയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ താന്ന് കിടക്കും, പിന്നെ എയറെടുക്കും, പിന്നെ വീണ്ടും താന്ന് കിടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരം നോക്കി, പക്ഷേ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു തല ഇങ്ങനെ പൊന്തിക്കുന്നല്ലാണ്ട് അങ്ങനെ പുറത്തേക്ക് മൊത്തത്തിൽ കാണാൻ ഇതുപോലെ കാണുന്നല്ലാണ്ട് വേറെ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് അതിനൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഈ ഒരു ഭാഗം തന്നെ മാക്സിമം ആൾക്കാർക്കും കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വലിയ ടാങ്കിനുള്ളിലാണ് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസ് കിടക്കുന്നത്. ഇവിടെ 2 കിടപ്പുണ്ട്, അവിടെ 1 കിടപ്പുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഏരിയ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ കാണുന്നൊരു കിഡ്സ് പാർക്കാണ്. ഒരു ചെറിയൊരു പാർക്കിൻ്റെ സെക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുപോയി കുറച്ച് നേരം ഒന്ന് ഇതാക്കിയിട്ട് വരാം. അപ്പോൾ അവരുടെ വാശിയൊക്കെ മാറും. പിന്നെ അവിടെ നിന്ന് വരുന്നതാണ് ഒരു മുതലയുടെ മുതലക്കുളം. അപ്പോൾ ഈ ഗ്രില്ലിനുള്ളിൽ കൂടെ വീഡിയോ എടുക്കാൻ വലിയ ടാസ്ക്കാണ്. അങ്ങനെ നമ്മൾ ഒപ്പിച്ചെടുത്ത് കണ്ട അതേ എടുക്കണം, കിടിലൻ സാധനമാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം കാത്തിരുന്നിട്ട് ആണ് ഇങ്ങനെ ഇതിനൊന്ന് കിട്ടിയത്. അപ്പോൾ ഇതിനുള്ളിൽ ആമയും ചെറിയ മീനുകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ ഭീകരൻ മുതല. അപ്പം ഇങ്ങനെ മുതലാരി അവിടെ നിന്ന് പിന്നെ നമ്മളിങ്ങനെ വീണ്ടും പോയി ഇങ്ങനെ ഒരു വാക്ക് വേ കൂടെ ഇങ്ങനെ നടന്ന് പിന്നെ കാണുന്നതാണ് മറ്റേ പെലിക്കൻ ഒരു പക്ഷി. അപ്പോൾ ഒരു വൈറ്റ് കളറായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, വൈറ്റ് പെലിക്കൻ. നല്ല ഹെവി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് നമ്മളെപ്പോഴും വരുമ്പോഴും കാണുന്നൊരു പക്ഷിയാണിത്. ആളവിടെ നിന്നിരുന്നിട്ട് മെയിൻ്റനൻസ് വർക്കിലാണ്. അപ്പോൾ പെലിക്കൻ ഇങ്ങനെ നല്ല നൈസായിട്ട് നമുക്ക് കാണാൻ പറ്റും, കാരണം തൊട്ടടുത്താണ് ഇതിരിക്കുന്നത്. പിന്നെ ഇതേ പുള്ളിമാനുകൾ അതുപോലെ തന്നെ അവിടെ ഇരുന്നിട്ട് പ്ലാവിൻ്റെ ഇല ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊരു കൂട്ടമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാം. ഒറ്റയ്ക്ക് അവിടെ ഇവിടെ നിൽക്കണേക്കാളും ഇതൊക്കെ ഇങ്ങനെ റെസ്റ്റിലാണല്ലോ. ഇതെന്താണെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്ന് അറിയില്ല. ഈ ഭാഗത്ത് വന്ന് കിടക്കുന്നുണ്ട്. അവറ്റിങ്ങളിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ നടന്ന് നമ്മുടെ മിഥുൻ്റെ അടുത്തെത്തി. എമിയെ അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്, എല്ലാ മൃഗങ്ങളും അല്ലേ. മഴ ആയതുകൊണ്ട് എല്ലാവർക്കും മടി പിടിച്ചിട്ടിരിക്കുക. നമ്മുടെ പോലെ തന്നെ ഫുള്ള് മടി പിടിച്ചിരിക്കുക. ലേമിയെ ചുവപ്പ് കളർ ഇട്ടിട്ട് എന്തോ പോലെ രസമല്ലേ. ഞങ്ങൾ നിൽക്കണ ആരെടുത്ത് നോക്കിയ ടുട്ടുമോൻ. ആ പിന്നിൽ കാണുന്നതാണ് ടുട്ടുമോൻ. അതിൻ്റെ സൗണ്ട് മാറി തുടങ്ങിയില്ലടി, സൗണ്ട് മാറി തുടങ്ങി. ജലദോഷം വരാൻ പോകുന്നുണ്ട്. ടുട്ടുമോനെ കാണിച്ചു തരാം. ടുട്ടുമോൻ ദേ നിൽക്കുന്നു. നല്ല കൊമ്പല്ലേ, അടിപൊളി കൊമ്പല്ലേ നിക്കണ നോക്കിയേ. ഇനി നമ്മൾ പോകുന്നത് മാംസ ബുക്കുകൾ നേരിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടേക്കാണ്. അപ്പോൾ ഇവിടെ കടുവയും സിംഹമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഈ സൂ മാറ്റാറായത് കൊണ്ട് മൊത്തത്തിൽ ആകെ ഒരു ശോചനീയ അവസ്ഥയാണ് ഈ സൂവിൻ്റെ അവസ്ഥ എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൃഗങ്ങൾ ഇതിനുള്ളിൽ നിന്നൊക്കെ കാണാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിയോട് കിടക്കുന്ന സിംഹം ഇതിനെ കാണാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നുള്ള സിംഹം അപ്പുറ സൈഡിലാണ്, അതിനെയും കാണാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇതിനെ കാണാൻ പറ്റും. നമുക്ക് നമ്മൾ മ്ലാവിനെ കണ്ട പോലെ തന്നെ ഇത്തിരി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ബംഗാൾ കടുവ എന്ന് പറയുന്ന സംഭവത്തിന്. ഇത് നല്ല രസമായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് കിടക്കുന്നത്. ഇതിന് നമുക്ക് നല്ല വൃത്തിക്ക് കാണാം. ഇത് നല്ല ആക്റ്റീവാണ്, ആൾ നല്ല ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണാനും നല്ല സുഖമുണ്ട്. ബാക്കിയുള്ള ഇപ്പോൾ സിംഹം കണ്ടില്ല, അവിടെ കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള വേറെ സിംഹം ഉണ്ടായിരുന്നു, അതിനെയും നമുക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇതിനെ നല്ല രസത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ആൾക്കാരും കൂടുതലും ടൈം ഈ ഒരു ഏരിയയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്ന കാരണം തന്നെ. അപ്പോൾ എനിക്കിപ്പോൾ മറ്റേ പുത്തൂരിലേക്ക് മൊത്തം മാറ്റി കഴിയുമ്പോൾ നല്ല രസം ഉണ്ടാവും.
അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇനി ഇവിടെ എന്താണുള്ളത് നമുക്ക് നോക്കി നോക്കാം. എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഇവിടെ പുള്ളിപ്പുലിയുടെയാണ് ഈ അടുത്ത ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇതേ പുള്ളിപ്പുലി ഇത് ആക്റ്റീവാണ്, ആൾ നടക്കുന്നുണ്ട്, ഉലാത്തമാണ്. അപ്പോൾ അതിന് വയറ് കണ്ടോ, നല്ല വലിയ വയറാട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രഗ്നൻ്റാന്ന് തോന്നുന്നുണ്ട്. എന്നാലും ആൾ നല്ലോണം ആക്റ്റീവാണ്, നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവിടെ മൊത്തത്തിൽ ഒരു ശോചനീയാവസ്ഥയാണ്. ഇപ്പോൾ ഇത് ഈ നമ്മുടെ സൂ മാറ്റണ ഇത് പ്രമാണിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ വലിയ സംഭവങ്ങളൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ഷോക്കാണ് അവസ്ഥ. മൊത്തത്തിലും കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു രസമില്ല കാണാനായിട്ട്. പക്ഷേ ആൾക്കാർ വരുന്നുണ്ട്, ടൂറിസ്റ്റുകളുണ്ട് ഇപ്പോഴും. കാരണം തൃശ്ശൂരിൻ്റെ ഒരു സ്പോട്ടാണല്ലോ, മെയിൻ സ്പോട്ടാണല്ലോ സൂ എന്ന് പറയുന്നത്. ഹേ മങ്കീസ്, മങ്കീസ് എന്തിട്ട് സമയം ഇത്? എന്തിട്ട് സാധനം? കാബേജ് അല്ലേ? കാബേജ്. വെള്ളക്കൊക്ക്, ഇത് പാതിര, രണ്ടെണ്ണം ഉണ്ട്. ഇതാണ് പാതിര കൊക്ക്, അല്ല വെള്ളക്കൊക്ക്. പെൺമയിൽ, ആൺമയിൽ. ഇനി നമ്മൾ പോകുന്നത് എല്ലാവരുടെയും പേടിസ്വപ്നമായ പാമ്പുകളുടെ ലോകത്തിലേക്കാണ്. അപ്പോൾ അതേ ഫസ്റ്റ് ഒന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ട പെരുമ്പാമ്പ്, മലമ്പാമ്പ് എന്നുള്ള നമ്മുടെ കിടിലൻ സാധനമാണ് കിടക്കാൻ. അപ്പോൾ അതേ അതിനുള്ള ഒരു പാർക്ക് പോലെ സെറ്റപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പാമ്പുകളുടെയും പേരും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് ഫോട്ടോ അടക്കം ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ പാമ്പുകളെല്ലാം പിന്നെ ഓൾമോസ്റ്റ് ഇവിടെ ഉള്ള പാമ്പുകളുടെയാണെന്ന് ഉദ്ദേശിക്കുന്നത്, പക്ഷേ എല്ലാ പാമ്പുകളും ഇവിടെ ഇല്ല. അപ്പോൾ ഇതേ കിടക്കുന്നതാണ് നമ്മുടെ പെരുമ്പാമ്പ്. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പലർക്കും പറ്റുന്ന പ്രശ്നമാണ് പെരുമ്പാമ്പ് വിചാരിച്ചിട്ട് അണലീനെ പോയി പിടിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ കുറച്ച് അവയർനെസ് ഒക്കെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് നോക്കണമെന്ന് മാത്രം. കാരണം അധികം ക്ലിയർ അല്ല, ഇവിടെ നമുക്ക് കാണാൻ അത്ര പെട്ടെന്ന് പറ്റില്ല. മൂർക്കൻ പാമ്പാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഫുള്ള് മൂർക്കൻ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളല്ലാതെ ഇങ്ങനെ എടുക്കാനും പറ്റില്ല. എന്താ ചേരയുണ്ട്. അപ്പോൾ മൂർക്കനും ചേരയ്ക്ക് അടുത്തടുത്താണ് കിടക്കുന്നത്. അതേ അടുത്തത്. അപ്പോൾ എല്ലാത്തിനും ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മരക്കമ്പ് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മരക്കമ്പ് നമ്മളൊന്നും കയറുന്നില്ല, അവരവിടെ കിടന്ന് നിൽക്കുന്നുണ്ട്. ഒരു കല്ലൊക്കെ വെച്ചിട്ടുണ്ട് അവർ ഒളിച്ചിരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അല്ലാതെ ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ചില പാമ്പിനെ കാണാൻ പറ്റുന്നുണ്ട്. ചിലതൊക്കെ നമുക്ക് ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് കാണുന്നില്ല. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ അതേ എല്ലാത്തിനും ഇങ്ങനെ ചില്ലും കൂട്ടിൽ വെച്ചേക്കാണ്. അപ്പോൾ നമുക്കൊരു 360 ഡിഗ്രിയിൽ നമുക്കൊരു വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ അത് ഹൈഡായിട്ട് അറ്റത്തിരിക്കുന്നത്, അപ്പോൾ നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. അത് അണലിയാണ് ഇട്ടായിരിക്കുന്നത്. ലൈറ്റ് മിന്നി നിൽക്കണ കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ടോ, അതാണ് നമ്മുടെ ഡേഞ്ചറസ് സാധനം. പച്ചലിപ്പാമ്പ് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ആണ്ടാ പച്ചലിപ്പാമ്പ്. പണ്ട് നമ്മൾ പറഞ്ഞായിട്ട് പച്ചലിപ്പാമ്പ് പറന്ന് വന്നിട്ട് കണ്ണിലൊക്കെ കൊത്തുന്നൊക്കെ അങ്ങനെ നമ്മുടെ ചെറുപ്പത്തിൽ പറഞ്ഞേക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ ഭയങ്കര ഈകള് പോലെ സാധനമല്ലേ, അതിങ്ങനെ ചാട്ടുണ്ടാവും ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ ഇതേ എടുക്കുന്നു അടുത്ത പാമ്പ്. എല്ലാത്തിനും ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം ഇടയ്ക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി കിടക്കണം കേട്ടോ. ഇതിന് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇത് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ, തല പുറത്തേക്ക് വെച്ചിട്ട്. കൊള്ളാം, നൈസായിട്ട്. അപ്പോൾ ചട്ടിയുടെ ഉള്ളിലേക്ക് ഇതേപോലെ വന്ന് കിടക്കുമെന്ന് മനസ്സിലാക്കാം. നമ്മൾ വല്ല ചട്ടിയിലൊക്കെ വെള്ളമായിട്ട് പുറത്തേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ പാമ്പൊക്കെ തണുപ്പ് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഇതേപോലെ വന്നിട്ട് കിടക്കും. ഇതേ ഒരു വലിയൊരു ആമ, അതിനെന്താ കാബേജ് അതിനിട്ട് എടുത്തതാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ കാബേജ് എടുക്കുന്നുണ്ട്. ആ ഒരു ആമേനെ മാത്രമേ കാണുന്നുള്ളൂ. അടുത്ത പാമ്പ് മണ്ണൂളി പാമ്പ് എന്ന് പറയുന്നത് മണ്ണിൽ പൂണ്ട് കിടക്കുന്ന ഒരു സാധനം, നോൺ വെനമസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ കിടക്കുന്നു മണ്ണുളി. ഇതേ മണ്ണിൻ്റെ ഉള്ളിൽ ഉള്ളിട്ട് കിടക്കുകയാണ് മണ്ണുളി. അല്ല അതേ കിടക്കുന്നു. പിന്നെ ഇതേ ഇവിടെ ഇപ്പോൾ നമ്മൾ അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് കുറച്ച് ആമകളാണ്. ഇതേ ഒരു 5-6 ആമകളുണ്ട്.
അത് നല്ല വൃത്തിയിൽ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വെള്ളം ക്ലിയർ ആണ്, നല്ല രസത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിപ്പോൾ മഴ പെയ്യാറായിട്ട് തുടങ്ങിയിട്ടുണ്ട്, മഴക്കാറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ആമക്കുട്ടന്മാർ നീന്തി തുടിക്കുന്നു. ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് കാണാം കേട്ടോ. അത് ഓക്കെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത്. ഇത് അടുത്ത സാധനം തന്നെ ഉടുമ്പാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നതാണ് ഉടുമ്പും പിന്നെ ഒരു മലയണ്ണാനാണ് ഇപ്പോൾ ഉള്ളത്. കാണുന്ന ഉടുമ്പ് പിടിച്ചാൽ വിടില്ല എന്നുള്ള പറയാറ്. നമ്മൾ പറയാനായിട്ടില്ല, കള്ളന്മാർ ഇതിൻ്റെ മേത്ത് കയറ് കെട്ടിയിട്ട് മുകളിലേക്ക് എറിഞ്ഞിട്ട് അതോടെ പിടിച്ച് നിൽക്കും, എന്നിട്ട് ഞണ്ടി കയറും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ ഒരു കഥകളിൽ കേട്ടിട്ടുള്ളൊരു സാധനമാണ് ഉടുമ്പ്. കണ്ടതിനെ കാണും പേടിയാവും കേട്ടോ സാധനം. അതിൻ്റെ ഒരു നിപ്പും ഭാവവും ഡേഞ്ചറാണ്. നമ്മുടെ ഈ ഓരോ സിനിമകളിലൊക്കെ ഇങ്ങനെ കാണിക്കില്ലേ, ഡേഞ്ചർ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഈ ഉടുമ്പിനൊക്കെ കാണിക്കും ഇങ്ങനെ. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു ഉടുമ്പ്. അപ്പോൾ ഉടുമ്പാശാൻ അവിടെ ഇങ്ങനെ സ്ലോ മോഷനിൽ അങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളതാണ് ലാസ്റ്റായിട്ട് കാണുന്നതാണ് ഈ മലയണ്ണാൻ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതേ ചാടിപ്പോയി, അതിൻ്റെ ഫുൾ ബ്ലാക്കും പിന്നെ മുഖത്തൊരു ബ്രൗൺ കളർ വൈറ്റ് കളർ പോലത്തെ സംഭവമാണ്. അപ്പോൾ അതേ കാണുന്നതാണ് മലയണ്ണാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോയിലാണ്. അതിരിക്കും. ബൈ ബൈ.